ഇന്ന് നമ്മൾ ഒരുപാട് മസാലപ്പൊടികളും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ കുറച്ച് ചേരുവകൾ ചേർത്തിട്ട് എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ അപ്പം ചപ്പാത്തി പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ചിക്കൻ കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഫദ്വാസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് വരുന്നില്ലേ, അവിടെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ടാവും. അതിലൂടെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി റെഡിയാക്കാനായിട്ട് ഞാനൊരു 800 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ള പീസ് തന്നെയാണ്. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഈ ഒരു ചിക്കനിലേക്ക് ആദ്യം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട അത് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു പച്ചമണം ഒന്നങ്ങ് മാറി വന്നോട്ടെ. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 ചെറിയുള്ളി ഇതുപോലെ കുറച്ചൊരു കട്ടിയിൽ തന്നെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ വേണം ഒന്നങ്ങ് വഴറ്റിയെടുക്കാനായിട്ട്. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി ഒന്ന് കുത്തിയരിഞ്ഞെടുത്തതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നല്ലോണം തന്നെ വഴന്നോട്ടെ. ഉള്ളി പാകത്തിന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എരിവിനായിട്ടൊരു 4 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ മുളക് പൊടി മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പച്ചമുളകും പിന്നെ ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് ഉണക്കമുളകും കൂടെ മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക്, ഉണക്കമുളക്, പിന്നെ കുരുമുളക് പൊടി, അതിൻ്റെ ആ ഒരു എരിവ് ഇതിലേക്ക് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 1 മിനിറ്റ് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കുക. അതായത് ആ ചിക്കൻ്റെ ഒരു പിങ്ക് കളറുമായിട്ട് ഒന്നങ്ങ് വൈറ്റ് കളർ ആയിക്കോട്ടെ. ഈ സമയത്ത് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ആ ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ആ സമയത്ത് വിട്ടുപോയതാണ്. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പും അത്യാവശ്യം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കണം, എല്ലാ ഭാഗത്തേക്കും അങ്ങനെ എത്തുന്ന രീതിയിൽ. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് വെച്ചാൽ ഒരുപാട് മസാലപ്പൊടികളും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒരു സ്റ്റൂ ചെയ്യുന്ന അതുപോലെ തന്നെയാണ്. ഒരു ചിക്കൻ സ്റ്റൂ തന്നെയാണ്. പിന്നെ ഞാൻ ചിക്കൻ കട്ട് ചെയ്തത് കുറച്ച് വലുതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കറിക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇനി ഇത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്നങ്ങ് വേവിച്ചെടുക്കണം. അപ്പോൾ ആ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി വന്നോളും. അപ്പോൾ ആദ്യം ഒരു 10 മിനിറ്റ് ഒരു ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ. ഇതിന് ബാക്കി വേവിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒരു കപ്പ്, അതായത് 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇനി അടച്ചു വെച്ചിട്ട് ബാക്കി നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇനി ഗ്രീൻ പീസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു 1-2 ടേബിൾ സ്പൂൺ ഫ്രോസൺ ഗ്രീൻ പീസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല, പക്ഷെ എന്നാലും കാണാനൊരു ഭംഗി എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ചേർത്ത് തന്നേ ഉള്ളൂ. ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഫ്രോസൺ ഗ്രീൻ പീസ് ഈ സമയത്ത് ചേർത്താൽ മതി, കാരണം ഒരുപാട് വേവൊന്നുമില്ലല്ലോ. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ്, അതായത് ആ ചിക്കൻ വെന്ത് വരുന്ന ആ ഒരു സമയം എന്തായാലും വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി ഈ സമയത്ത് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതായത് കറി ഒന്ന് ടേസ്റ്റ് നോക്കുക. എരിവ് ഉണ്ടെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുക്കുക. എനിക്കൊരു ഇത്തിരി കൂടി എരിവ് വേണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഒന്ന് ചൂടാക്കിയിട്ട് കയ്യിലിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ കറിക്കും നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങ് നല്ലോണം തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാകത്തിന് തിളച്ച് ചിക്കനൊക്കെ കറക്റ്റ് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മളെ കറി റെഡിയായി. അത്രയ്ക്ക് സിമ്പിളാണ് ഈ ഒരു കറി എന്ന് പറയുന്നത്. ഇതിപ്പം ഈ സമയത്ത് നോക്കുമ്പോൾ ഒരു ഇത്തിരി ലൂസുള്ള പോലെ തോന്നും, പക്ഷെ കുഴപ്പമില്ല. ഒരു 5-6 മിനിറ്റ് ഒന്ന് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ പാകത്തിന് കുറുകലായിട്ടുണ്ടാകും. കാരണം കിഴങ്ങൊക്കെ ഉള്ളതല്ല. പിന്നെ സ്റ്റൂ എന്ന് പറയുമ്പോൾ ഒരുപാട് ലൂസും വേണ്ട ഒരുപാട് കട്ടിയും വേണ്ട, ആ ഒരു രീതിയിൽ മതി.
അപ്പോൾ ഇനി ഇത് നല്ല ചൂടുള്ള ചപ്പാത്തിയുടെ പൊറോട്ടയുടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഈസി കറി തന്നെയാണ് കേട്ടോ. എളുപ്പത്തിൽ ഈ ഒരു കറി ഉണ്ടാക്കാനും പറ്റും. പറഞ്ഞതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ടുള്ള ലൈറ്റായിട്ടുള്ള നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പം ഈ ഒരു രീതിയിൽ ചിക്കൻ സ്റ്റൂ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യേണ്ട കാര്യം കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്